പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴും എത്ര സെലിബ്രിറ്റികൾ, അതായത് താരങ്ങൾ, അവരെയാണല്ലോ നമ്മൾ ഇന്ത്യക്കാരെല്ലാം തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്, എത്ര പേർ ഇതിൽ അനുശോചിച്ചു, എത്ര പേർ ഇതിൽ പ്രതികരിച്ചു, സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു എന്നുള്ളത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഇതിലുണ്ടായിരിക്കൂ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ ഇസ്രായേലിനും ഫലസ്തീനും വേണ്ടി മുറവിളി കൂട്ടുന്ന, ഫലസ്തീനിൽ ഒരു കുട്ടി ജനിച്ചാൽ വായിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന ഇവിടെയുള്ള സെലിബ്രിറ്റികളൊന്നും തന്നെ മിണ്ടിയില്ല. ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പോസ്റ്റ് ഇട്ട ആൾക്കാർ ഓൾ ഐസ് ഓൺ പഹൽഗാം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പോലും നമ്മളിട്ട് കണ്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ ഇവിടെ നടത്തിയപ്പോഴും നമ്മുടെ നാട്ടിലെ സോ കോൾഡ് ലെഫ്റ്റ് ലിബറൽ സ്യൂഡോ സെക്യുലറിസ്റ്റുകളായിട്ടുള്ള സെലിബ്രിറ്റികളെല്ലാം തന്നെ വായിൽ പഴം വിഴുങ്ങിയിരിക്കുകയായിരുന്നു. ഈ വാക്ക് തന്നെ ഉപയോഗിക്കണം, വളരെ ഖേദത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ബോളിവുഡിൻ്റെ കാര്യം വ്യത്യസ്തമൊന്നുമില്ല. ബോളിവുഡിൽ വളരെ ചുരുക്കം ചില പേർ മാത്രമാണ് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് ഖാൻമാരൊക്കെ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം കൂടെ ആലോചിച്ച് നോക്കണം. അതായത് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിക്കാട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വേദിയും പാഴാക്കില്ല എന്ന് പറഞ്ഞു വന്ന ഒരു സ്ത്രീയുണ്ട്. അത് നമ്മുടെ ഐശ്വര്യ റോയാണ്. കഴിഞ്ഞ ദിവസം ഐശ്വര്യ റോയ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സിന്ദൂരം ഇട്ടുകൊണ്ടുപോയത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി. ഇനി ഐശ്വര്യ റോയെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ അവിടെ പോയത് സോനം ഛബ്ര എന്ന് പറയുന്ന ഒരു സിനിമാ നടിയാണ്. അവരുടെ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ എഴുതിയിരുന്നത് 2008 മുംബൈ, 2016 ഉറി, 2019 പുൽവാമ, 2025 പഹൽഗാം എന്നാണ്. ഫലസ്തീന് വേണ്ടി ബാഗുമായി പാർലമെൻറ്റിലേക്ക് എത്തുന്ന നമ്മുടെ പാവപ്പെട്ട സഹോദരി, രാഹുൽ ഗാന്ധിയുടെ സഹോദരിയൊക്കെ ഇത് കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇനി തണ്ണിമത്തം ബാഗുമായി പല ഫിലിം ഫെസ്റ്റിവലിൽ പോകുമ്പോൾ അവരെയൊക്കെ ആഘോഷിക്കുന്ന കേരളത്തിലെ സുഡാപ്പികളും കേരളത്തിലെ കമ്മികളും ഒന്നും തന്നെ ഇത് കാണുന്നില്ല. കേരളത്തിൽ ഇതൊരു ചർച്ചയല്ല. നമ്മുടെ രാജ്യത്ത് നടന്നൊരു വിഷയം അന്താരാഷ്ട്ര വേദിയിൽ എത്തിക്കാനായി ഒരു സിനിമാ നടി അവിടെ വലിയ രീതിയിലുള്ളൊരു പ്രയത്നം നടത്തുമ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് കരുതി കണ്ണടച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ ഫലസ്തീനിൽ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാഗോ അതിൻ്റെ കുട്ടയോ വട്ടിയോ അടിവസ്ത്രമോ ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ വളരെ വലിയ പ്രാധാന്യം അതിന് കൊടുക്കുകയും ചെയ്യും. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, കലികാലം. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രീതി സിന്ധയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം നേടിയിരിക്കുന്നത്. പ്രീതി സിന്ധ 1,10,00,000 രൂപയാണ് സംഭാവനയായി കൊടുത്തിരിക്കുന്നത്. ആർമി വൈബ്സ് വെൽഫെയർ അസോസിയേഷൻ AWWA എന്ന് പറയുന്ന സൈനികരുടെ ഭാര്യമാരുടെ ക്ഷേമത്തിനായിട്ടുള്ള അസോസിയേഷനാണ് ഇപ്പോൾ 1,10,00,000 രൂപ പ്രീതി സിന്ധ സംഭാവനയായിട്ട് കൊടുത്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കമാൻഡിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സൗത്ത് വെസ്റ്റ് കമാൻഡിലുള്ള വീർ നാരീസിനാണ്, വീരനാരികൾക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ദിസ് കോൺട്രിബ്യൂഷൻ ഈസ് ഫ്രം ഹർ ഷെയർ ഓഫ് ദ CSR ഫണ്ട് ഓഫ് പഞ്ചാബ് കിങ്സ് എന്നാണ്. അതായത് കിങ്സ് 11 പഞ്ചാബിൻ്റെ ഉടമയാണ് പ്രീതി സിന്ധ എന്ന് പറയുന്നത്. അതിന് CSR ഫണ്ടുണ്ട്. ആ CSR ഫണ്ടിൽ നിന്നാണ് പ്രീതി സിന്ധ എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പല ആൾക്കാരും പറയും CSR ഫണ്ട് ജനക്ഷേമത്തിലുള്ള ഫണ്ടാണെന്ന്. പ്രീതി സിന്ധയ്ക്ക് അത് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അവരത് വീർ നാരികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചെടുത്താണ് അവർക്ക് കയ്യടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രീതി സിന്ധ വിൻസ് ഹേർട്സ് എന്നാണ് വാർത്തയിലടക്കമുള്ളത്. ഷീ സെഡ്, അതായത് പ്രീതി സിന്ധ പറഞ്ഞു, ഇറ്റ് ഈസ് ബോത്ത് ആൻ ഓണർ ആൻഡ് എ റെസ്പോൺസിബിലിറ്റി ടു ഗീവ് ബാക്ക് ടു ദ ബ്രേവ് ഫാമിലീസ് ഓഫ് അവർ ആംഡ് ഫോഴ്സസ്. ദ സാക്രിഫൈസസ് മെയ്ഡ് ബൈ അവർ സോൾജേഴ്സ് ക്യാൻ നെവർ ട്രൂലി ബി റീപെയ്ഡ്, ബട്ട് വി ക്യാൻ സ്റ്റാൻഡ് ബൈ ദെയർ ഫാമിലീസ് ആൻഡ് സപ്പോർട്ട് ദെയർ ജേർണി ഫോർവേഡ്. അതായത് നമ്മുടെ സൈന്യം നമുക്ക് തരുന്ന സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. നമുക്ക് അവർക്ക് വേണ്ടി തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ നമുക്ക് അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ സാധിക്കും, നമുക്ക് അവരുടെ കുടുംബത്തെ കൈപിടിച്ചുയർത്താൻ സാധിക്കും. ഇതാണ് ഞാൻ ചെയ്തത് എന്നാണ് പ്രീതി സിന്ധ പറയുന്നത്. ഇതൊന്നും കേരളത്തിൽ ഒരു മാധ്യമങ്ങളും വാർത്തയാക്കുകയില്ല, വാർത്ത കൊടുക്കുകയില്ല. കാരണം ഇതൊന്നും നടന്നത് അങ്ങ് ഫലസ്തീനിലല്ല. ഫലസ്തീനിലെ കുട്ടിക്ക് റൊട്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊന്നുമല്ല നടന്നത്. നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണമായതുകൊണ്ട് ഇവിടെയുള്ള ഒരു മാധ്യമങ്ങളും ഇത് കൊടുക്കാൻ ധൈര്യപ്പെടുകയുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം ഇത് അഭിമാന പരിസരം കൊടുക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.